രണ്ടാം പിണറായി സർക്കാർ കൊട്ടിക്കൊഴിച്ച വികസനമാണ് നാഷണൽ ഹൈവേ 66. പ്രധാനമായും 4 വരി പാതകളോടുകൂടി 1640 കിലോമീറ്റർ നീളമാണ് ഈ ദേശീയപാതയ്ക്കുള്ളത്. മഹാരാഷ്ട്രയിലെ പനവേൽ നിന്ന് ആരംഭിച്ച് ഗോവ, കർണാടക, കേരളം എന്നീ സംസ്ഥാനങ്ങളിലൂടെ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ അവസാനിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ കടന്നുപോകുന്നത് കേരളത്തിലൂടെയാണ്. ഭൂമി ഏറ്റെടുക്കുന്നത് മുതൽ ഒരുപാട് സമരമുഖങ്ങൾ ഈ ദേശീയപാതയ്ക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ സമരം കേരളം ഒരിക്കലും മറക്കാൻ ഇടയില്ലാത്ത കീഴാറ്റൂർ വയൽക്കിളി സമരമായിരുന്നു. ദേശീയപാത കടന്നുപോകുന്ന കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് കീഴാറ്റൂർ ഭാഗത്തെ വയൽ നികത്തലായിരുന്നു റോഡിന്റെ പ്ലാൻ. എന്നാൽ വയൽ നികത്തലിനെതിരെ വയൽക്കിളി എന്ന സംഘടനയുടെ ഒരു കൂട്ടം ആളുകൾ സമരമുഖം തുറന്നു. കേരള രാഷ്ട്രീയത്തിൽ തന്നെ കോളിളക്കം സൃഷ്ടിക്കാൻ ഈ സമരം കാരണമായി. തളിപ്പറമ്പിലൂടെ കടന്നുപോകുന്ന നിലവിലുള്ള ദേശീയപാത 45 മീറ്ററാക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടവും എതിർപ്പും ഒഴിവാക്കാനാണ് കുപ്പം കീഴാറ്റൂർ കുവോട് കുറ്റിക്കോൽ ബൈപ്പാസ് ഉണ്ടാക്കാൻ നിർദ്ദേശമുയർന്നത്. ഈ നിർദ്ദേശപ്രകാരം പാത നിർമ്മിക്കുമ്പോൾ ഏതാണ്ട് 100ഓളം വീടുകൾ പൊളിക്കേണ്ടി വരുമെന്നായപ്പോൾ പ്രതിഷേധമുയർന്നു. വീടുകൾ നഷ്ടപ്പെടുന്നതിലുപരി ഒരു ഗ്രാമത്തിന്റെ ആവാസ വ്യവസ്ഥയെ തന്നെ നശിപ്പിച്ചേക്കാമെന്ന രീതിയിലുള്ള ദേശീയപാത നിർമ്മാണത്തിനെതിരെ ഗ്രാമീണവാസികൾ തന്നെ രംഗത്തെത്തി. 2017 സെപ്റ്റംബർ 14 ആരംഭിച്ച ഈ വയൽക്കിളി സമരത്തിന് നേതൃത്വം നൽകിയത് സുരേഷ് കീഴാറ്റൂർ, നമ്പാടത്ത് ജാനകി എന്നിവരായിരുന്നു. വികസനത്തിന് ആരും എതിരല്ല. എന്നാൽ വികസനത്തിന്റെ ഇടയിൽ മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ അശാസ്ത്രീയമായ രീതിയിൽ പ്രകൃതിക്ക് ദോഷമായി ദേശീയപാത നിർമ്മിക്കുമ്പോൾ വരാനിരിക്കുന്ന ദുരന്തങ്ങൾ സാധാരണ ജനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ വർഷം കർണാടകയിലെ ഷിരൂരിൽ കനത്ത മഴയ്ക്ക് ഒരു മല തന്നെ റോഡിലേക്ക് ഇടിഞ്ഞമർന്ന് ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാനിടയായത്. ഡ്രൈവിംഗ് ജോലിക്കിടയിൽ ക്ഷീണം മാറ്റാൻ എന്നും നിർത്തിയിടാറുള്ള സ്ഥലത്ത് നിർത്തിയിട്ട ലോറികൾക്ക് മുകളിലേക്കാണ് അന്ന് ചെങ്കുത്തായ മല ഇടിഞ്ഞു വീണത്. കൂടെ അവിടെ അന്നുണ്ടായിരുന്ന മനുഷ്യരുൾപ്പെടെ സകല ജീവജാലങ്ങളും പുഴയിലേക്ക് അമർന്നു. ഇതിന്റെ ആഘാതത്തിൽ പുഴയുടെ മറുകരയിലേക്കുണ്ടായ ശക്തമായ വെള്ളപ്പൊക്കത്തിൽ ആ പ്രദേശമൊന്നാകെ ഒലിച്ചുപോയി. ഇത്രയും വലിയ മലയിടിച്ച് പ്രകൃതിയെ നശിപ്പിക്കാതെ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ ദേശീയപാത നിർമ്മാണം നടത്തിയിരുന്നെങ്കിൽ അന്നത് സംഭവിക്കില്ലായിരുന്നു. എത്ര ദുഷ്കരമായ രക്ഷാദൗത്യം ചെയ്തിട്ടാണ് ഒരു കുടുംബത്തിന്റെ അത്താണിയായ അർജുൻ എന്ന നമ്മുടെ സഹോദരന്റെ ശരീരഭാഗങ്ങളെങ്കിലും നമുക്ക് കണ്ടെടുക്കാൻ ആയത്. അതുപോലെ എത്ര സംഭവങ്ങൾ നമ്മുടെ കൺമുന്നിൽ മാറി മറഞ്ഞു. കാലാവസ്ഥ ആരംഭിക്കുമ്പോൾ തന്നെ ശക്തമായ മണ്ണിടിച്ചിലും അതിലൂടെ മഴവെള്ളത്തിനൊപ്പം ചെളിയും മണ്ണും കിലോമീറ്ററിനകലെയുള്ള വീടുകളിലേക്ക് ഒഴുകിയെത്തുകയാണ്. കേരളത്തിലെ കാലാവസ്ഥ വ്യതിയാനങ്ങളെക്കുറിച്ച് ദേശീയപാത അധികൃതർക്ക് അറിയില്ലേൽ അന്നാട്ടിലെ ജനപ്രതിനിധികളുടെ അഭിപ്രായം തീർച്ചയായും കേൾക്കണം. മണ്ണിന് തീരെ ഉറപ്പില്ലാത്ത വയലിലൂടെ വളരെ ഉയരത്തിൽ മണ്ണിട്ടുയർത്തി അവിടെ ഉണ്ടായിരുന്ന നീർച്ചാലുകളുടെ ഒഴുക്കിനെ തടസ്സപ്പെടുന്ന രീതിയിലുള്ള ദേശീയപാത നിർമ്മാണം ഒരിക്കലും പാടില്ലാത്തതാണ്. അത് വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമാക്കും. എന്നിട്ടും ഇത്തരത്തിൽ റോഡുകൾ നിർമ്മിച്ചതിലൂടെ മലപ്പുറം, തൃശ്ശൂർ ഉൾപ്പെടെ ദേശീയപാത വിള്ളൽ വീണ് ഇടിഞ്ഞമർന്നു. ഇതിന് മറുപടിയായി ദേശീയപാത അധികൃതർ പറയുന്നത് ഹീവിംഗ് എന്ന പ്രതിഭാസം കാരണമാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്നാണ്. ഭാരം കൂടിയ വസ്തു ഭാരം കുറഞ്ഞ വസ്തുവിന് മുകളിലേക്ക് വയ്ക്കുമ്പോൾ അടിയിലുള്ള വസ്തു തെന്നിമാറുന്ന പ്രതിഭാസമാണ് ഹീവിംഗ്. മലപ്പുറം കുരിയോട് 10 മീറ്ററോളം ഉയരത്തിൽ മൺതിട്ട ഉണ്ടാക്കിയപ്പോൾ മുകളിൽ നിക്ഷേപിച്ച മണ്ണിന്റെ ഭാരം താങ്ങാൻ കഴിയാതെ സ്വാഭാവികമായ പ്രതലത്തിലുള്ള ദുർബലമായ മണ്ണ് വശങ്ങളിലേക്ക് തെന്നിമാറുമെന്ന് ദേശീയപാത അധികൃതർ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഈ രീതിയിൽ ദേശീയപാത നിർമ്മിച്ചു? അന്നൊന്നും ജീവനുകൾ നഷ്ടപ്പെടാത്തത് കൊണ്ടാണോ കരാറുകാരുടെ പേരിൽ നടപടിയെടുക്കാത്തത്? കണ്ണിൽ പൊടിയിടുക എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ ജനങ്ങളുടെ കൺമുന്നിൽ നിന്നുകൊണ്ട് റോഡിലുണ്ടായ വിള്ളലിൽ പൊടിയിട്ട് നിറയ്ക്കുന്ന കരാറുകാരെ സർക്കാർ സംരക്ഷിക്കരുത്. 4ാം വാർഷികത്തിന്റെ തൊട്ട് തലേന്ന് നാഷണൽ ഹൈവേ മലപ്പുറം ജില്ലയിലെ കൂരിയാടി ഇടിഞ്ഞു വീണു. 50 മീറ്റർ ഉയരത്തിൽ പണിത ഹൈവേ ആണ് തകർന്നു വീണത്. ഭാഗ്യം കൊണ്ടാണ് മനുഷ്യജീവൻ രക്ഷപ്പെട്ടതെങ്കിലും കുഞ്ഞുങ്ങൾക്കടക്കം 5 പേർക്ക് പരിക്കുണ്ട്. ഇപ്പോൾ ഫ്ലെക്സ് വെച്ചിരിക്കുന്ന ആരുമില്ല. ഇതിന്റെ ഉത്തരവാദിത്തമൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഉത്തരവാദിത്തം. അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് ഈ ഹൈവേ പണിതു എന്നതിന്റെ പേരിൽ രാജ്യം മുഴുവൻ ആഘോഷിക്കുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല, സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമില്ല,
കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്വമില്ല എന്നാണ് പറയുന്നത്. ഇനി ഇതേപോലുള്ള നിർമ്മാണത്തിലിരിക്കുന്ന റോഡുകളും പാലങ്ങളും തകർന്ന് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനെങ്കിലും അധികൃതർ ശ്രദ്ധിക്കണം. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരുമ്പോൾ ഒരിക്കലും നമ്മളും ഇതേപോലെ അപകടത്തിന് ഇരയാകുമെന്ന് ഓർക്കുക. വികസനം വരുമ്പോൾ പിതൃത്വം ഏറ്റെടുക്കുന്നവർ തകർച്ച വരുമ്പോഴും ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ചെങ്കുത്തായ രീതിയിൽ റോഡിന്റെ വശങ്ങൾ ഒട്ടും ബലപ്പെടുത്താതെ നിർമ്മിക്കുന്നത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് തകരുമെന്ന് അറിയാത്തവരല്ല എഞ്ചിനീയർമാരും വകുപ്പ് മന്ത്രിമാരും. എന്നാൽ കരാറുകാർ റോഡ് നിർമ്മാണം അശാസ്ത്രീയമായി നിർമ്മിക്കുമ്പോൾ ചില ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അഴിമതിയിലേക്ക് ഇറങ്ങിയോ എന്ന് ചിന്തിച്ചാൽ ആരെയും തെറ്റു പറയാൻ പറ്റില്ല. ജനങ്ങളുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാതെ അഴിമതിക്കാരെ കണ്ണടച്ച് സഹായിക്കുന്ന ഭരണകൂടങ്ങളെ എന്നും ജനം തള്ളിക്കളയും.